നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കയർ വ്യവസായം സംരക്ഷിക്കുക, കയർ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കയർ വർക്കേഴ്സ് സെന്ററിന്റെ ആഹ്വാനപ്രകാരം ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് K പ്രസാദ് ധർണയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ കയർ പ്രോജക്ട് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജീവനെടുക്കുന്ന രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ ധർണയുടെ ഉദ്ഘാടനം നടത്തി. റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. DYSP B പങ്കജാക്ഷൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടത്തി. ഈ വർഷത്തെ കരുമാടി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള സുവനീർ പ്രകാശനം ജില്ലാ കളക്ടർ ഷാജി V നായർ നിർവഹിച്ചു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജലോത്സവ കമ്മിറ്റി ഭാരവാഹികളും സംബന്ധിച്ചു. വാർത്തകൾ വിശദമായി. കയർ വ്യവസായം സംരക്ഷിക്കുക, കയർ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കയർ വർക്കേഴ്സ് സെന്ററിന്റെ ആഹ്വാനപ്രകാരം ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് K പ്രസാദ് പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. കയർ പ്രോജക്ട് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. കയർ പ്രോജക്ട് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. കയർ വ്യവസായം സംരക്ഷിക്കുക, കയർ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുക, കയറും കയറുൽപ്പന്നങ്ങളും ശേഖരിച്ച വകയിൽ സംഘങ്ങൾക്ക് നൽകാനുള്ള തുക ഓണത്തിന് മുമ്പ് പൂർണ്ണമായും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള കയർ വർക്കേഴ്സ് സെന്ററിന്റെ ആഹ്വാനപ്രകാരം ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കല്ലുപാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ചുങ്കത്തിന് സമീപം കയർ പ്രോജക്ട് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങോട്ട് കാര്യമായിട്ട് റിട്ടേൺസ് ഒന്നും കിട്ടാതെ തന്നെ സർക്കാർ ഈ രംഗത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറാകേണ്ടതുണ്ട്. കാരണം കയർ ഫാക്ടറി മേഖലകൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായ മേഖലയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പുരോഗതി കേരളത്തിൽ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിന്റെ നാട്ടിലും തിരുവിതാംകൂറിന്റെ നാട്ടിലും അടിത്തറയിട്ട മഹത്തായ പ്രസ്ഥാനമാണ് കയർ ഫാക്ടറി രംഗത്ത് തൊഴിലാളികൾ എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അത് വിസ്മരിക്കാത്തതുകൊണ്ടാണ് ഇവിടെ വരുന്ന പുരോഗമന ഗവൺമെന്റുകളെല്ലാം പ്രത്യേകമായ താല്പര്യത്തോടുകൂടി കയർ വ്യവസായത്തെ കാണുവാൻ തയ്യാറാകുന്നത്. അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ കോടിക്കണക്കിലൂടെ കയർ ഉൽപ്പന്നങ്ങൾ കയർ കോർപ്പറേഷന്റെ ഗോഡൌണിലാകമാനം കെട്ടിക്കിടന്ന അതെല്ലാം ഇങ്ങനെ നിറഞ്ഞപ്പോൾ ഇങ്ങനെ നിറഞ്ഞ രൂപത്തിൽ കൊണ്ടുവന്ന് തെക്കിറക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലരും അധിക്ഷേപിച്ച് വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് TR ശിവരാജൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി KR ഭഗീരഥൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. VS മണി, P രഘുനാഥ്, VB അശോകൻ, K നസീമ, PC പ്രദീപ്, PS ഇക്ബാൽ, MS ബാബു, VB സതീശൻ, T വിജയൻ എന്നിവർ സംസാരിച്ചു. പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി പൂർണ്ണമായി നൽകുക, പൂട്ടിക്കിടക്കുന്ന സംഘങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവബത്ത നൽകുക, കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തി എല്ലാ അവകാശങ്ങളും നൽകുക, CIRC അംഗീകരിച്ച് നടപ്പിലാക്കി വരുന്ന ബോണസ് വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, ESI പരിധി ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. ജീവനെടുക്കുന്ന രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ ധർണയുടെ ഉദ്ഘാടനം നടത്തി. അധികാരഭ്രാന്ത് പിടിച്ച ശവം തേനി കഴുകന്മാരെ തുറങ്കിലടയ്ക്കുക, ജീവനെടുക്കുന്ന രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ്
പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഫിഷറീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകോപനത്തിന് വേണ്ടി ഒരു മറൈൻ ഡെപ്യൂട്ടി ഡയറക്ടർ, ഫിഷറീസ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ഏതെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ഈ സർക്കാർ ചെയ്ത പണി എന്താണെന്നറിയാവോ? അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ ആഴ്ചക്കാലം ആ DDയെ അവിടുന്ന് എടുത്ത് കാസർഗോഡേക്ക് മാറ്റി. അത് അവരുടെ അധികാരം. പോട്ടെ, ഈ ദിവസം വരെ ആ പോസ്റ്റിലേക്ക് ഒരാളെ വെച്ചിട്ടില്ല. കാരണം അവർക്ക് വെക്കാൻ പറ്റിയ DDമാരില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മത്സ്യത്തൊഴിലാളി മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനിക്കുവാനുള്ള ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടറെ പോലും അങ്ങ് കാസർഗോഡേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഈ ഗവൺമെന്റ് ആ രംഗത്ത് നടത്തിയിട്ടുള്ള ഹീനമായ ഇടപെടലാണ് ഞാൻ ഭംഗിയത്തിനൊന്ന് സൂചിപ്പിച്ചത് മാത്രമേ. FSCTUയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണയിൽ FSCTU ജില്ലാ പ്രസിഡന്റ് TJ അജിത് അധ്യക്ഷത വഹിച്ചു. KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം C ജ്യോതികുമാർ, PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK രാജു, KGNA സംസ്ഥാന സെക്രട്ടറി L ദീപു, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ബൈജു പ്രസാദ് എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C സിലീഷ് സ്വാഗതവും KGOA ജില്ലാ സെക്രട്ടറി റെനി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. DYSP B പങ്കജാക്ഷൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടത്തി. റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ശ്രീനാരായണ കോളേജിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ DYSP B പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അത് നാർക്കോട്ടിക്സ് NDPS ആക്ട് പ്രകാരം, ചുരുക്കപ്പേരാണ് NDPS ആക്ട് പ്രകാരം അത് കുറ്റകരമാണ്. അതിന് 7 വർഷത്തിൽ മേലോട്ട് ശിക്ഷയുണ്ട്. അത് ക്യാരി ചെയ്യുന്ന പ്രശ്നമാണ്. അത് കിട്ടിയ സാധനം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് കുറ്റകരമാണ്. അതൊക്കെ വിശദമായിട്ട് നമ്മുടെ സീനിയർ പോലീസ് ഓഫീസർ ഇവിടെ സംസാരിക്കും. നിങ്ങളുടെ പവർ പോയിന്റ് വെച്ച് തന്നെ എല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കും. അപ്പം അത് കുറ്റകരമാണ്. ഈ ഒരു സാധനം എന്റെ തന്ന് ഞാൻ എന്റെ കയ്യിൽ വെച്ച് പോയി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എക്സ്ക്യൂസ് അല്ല, അത് ഒഫൻസാണ്. എന്ത് ഈ ഡ്രഗ്സ് പോലുള്ള എന്ത് സാധനം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചാലും ഇൻ പൊസഷൻ, നമ്മുടെ വീട്ടിലാകാം, വണ്ടിയിലാകാം, നമ്മുടെ ബാഗിലാകാം, നമ്മുടെ പൊസഷനുള്ള എന്ത് സാധനവും നർക്കോട്ടിക്കിന്റെ പെർവ്യൂവിൽ വരുന്നതാണ്. അത് ഒഫൻസാണ്, പണിഷബിൾ ആണ്. അതുപോലെ തന്നെ ഇത് സെയിൽ ചെയ്യുക, ഈ സാധനം നമ്മുടെ കയ്യിൽ വന്നിട്ട് നമ്മൾ സെയിൽ ചെയ്താലോ, നമ്മുടെ നല്ല വേറെ നമ്മളെ ഏൽപ്പിക്കുകയാണ്, ഇത് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കുക, അതും കുറ്റം. അപ്പൊ നിങ്ങൾ നോക്കണം അതിന്റെ ആംഗിൾ പോകുന്ന ഏതൊക്കെ രീതിയിലാണ്. പിന്നെ കൺസംഷൻ. റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോട്ടേറിയൻ MM സോമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ T കടവൻ, സെക്രട്ടറി കൃഷ്ണപ്രസാദ്, പ്രോജക്ട് ചെയർമാൻ റോട്ടേറിയൻ ലാൽജി, കോളേജ് പ്രിൻസിപ്പൽ ഉഷാദേവി എന്നിവർ സംസാരിച്ചു. ജില്ലാ നാർക്കോട്ടിക് സെൽ ഓഫീസർ NH നിസാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കോളേജ് NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ MS ബിജു മയക്കുമരുന്ന് വിരുദ്ധ പോസ്റ്റർ പ്രകാശനവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. കുമാരി സ്നേഹ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. കോളേജിലെ 200-ലധികം വിദ്യാർത്ഥികൾ ക്യാമ്പയിനിൽ പങ്കാളികളായി. ഈ വർഷത്തെ കരുമാടി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള സുവനീർ പ്രകാശനം ജില്ലാ കളക്ടർ ഷാജി V നായർ നിർവഹിച്ചു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജലോത്സവ കമ്മിറ്റി ഭാരവാഹികളും സംബന്ധിച്ചു. ഈ വർഷത്തെ കരുമാടി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള സുവനീർ പ്രകാശനം ജില്ലാ കളക്ടർ ഷാജി V നായർ നിർവഹിച്ചു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജലോത്സവ കമ്മിറ്റി ഭാരവാഹികളും സംബന്ധിച്ചു. കരുമാടിക്കുട്ടൻ മണ്ഡപത്തിന് സമീപം ഈ മാസം 16 ഉച്ചയ്ക്ക് 2 മണിക്കാണ് കരുമാടി ജലോത്സവം 2026 എന്ന പേരിൽ വള്ളംകളി മത്സരം നടക്കുന്നത്. 4 ചുണ്ടൻ വള്ളങ്ങൾ, 2 വെപ്പ് എ ഗ്രേഡ് വള്ളം, ഇരുട്ടൂത്തി ബീർ 4 വള്ളങ്ങൾ, ഫൈബർ ചുണ്ടൻ വള്ളങ്ങൾ 3 എന്നിവ ഉൾപ്പെടെ 15-ലധികം വള്ളങ്ങൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. അമ്പലപ്പുഴ MLA G സുധാകരൻ അധ്യക്ഷത വഹിക്കുന്ന യോഗം സംസ്ഥാന സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M ലിജു മാസ് ഡ്രിൽ സ്വീകരണവും മുഖ്യപ്രഭാഷണവും നടത്തും.
കുട്ടനാട് MLA റജി ചെറിയാൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷം പുറക്കാട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. കവിത, ഗീതാഞ്ജലി, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം AR കണ്ണൻ, കരിമാടി കുട്ടൻസ് പ്രസിഡന്റ് P. പ്രദീപ് കുമാർ, സെക്രട്ടറി ഷാജി കരിമാടി, ഉപാധ്യക്ഷന്മാരായ ശ്യാം കൈലാസം, പ്രശി എല്ലോറ, ഭാരവാഹികളായ അനീഷ് പത്തിൽ, രാജീവ് കരിമാടി എന്നിവർ സുവനീർ പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. കരിമാടി ജലോത്സവം 2026 സുവനീർ പ്രകാശനം ജില്ലാ കളക്ടർ അദ്ദേഹം നിർവഹിച്ചിരിക്കുകയാണ്. 2026 ആഗസ്റ്റ് 16 കരിമാടിക്കുട്ടൻ മണ്ഡപത്തിൽ വെച്ചാണ് 2:30 നമ്മളുടെ ജലമാമാങ്കം അരങ്ങേറുന്നത്. 4 ചുണ്ടൻ വള്ളങ്ങളും 2 വെപ്പ് A ഗ്രേഡും 4 ഇരുട്ടൂത്തി B ഗ്രേഡും 2 ഫൈബർ ചുണ്ടനും മാറ്റുരയ്ക്കുന്ന ജലമാമാങ്കം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് അവറുകളും മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് മാസ്റ്റിൽ ചെയ്യുന്നതും നമ്മളുടെ മന്ത്രി ശ്രീ ലിജു അവറുകൾ അദ്ദേഹവുമാണ്. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് G. സുധാകരൻ MLA സന്ദർശിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് G. സുധാകരൻ MLA സന്ദർശിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കാൻ ഇവിടെ ക്യാമ്പ് ആരംഭിച്ചത്. ക്യാമ്പിലെത്തിയ G. സുധാകരൻ MLA ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ദുരിതബാധിതരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ G. സുധാകരൻ ക്യാമ്പിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം എത്തിക്കാനുള്ള നിർദ്ദേശവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. കവിതയും G. സുധാകരൻ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയർ വ്യവസായം സംരക്ഷിക്കുക, കയർ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കയർ വർക്കേഴ്സ് സെന്ററിന്റെ ആഹ്വാനപ്രകാരം ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് K. പ്രസാദ് ധർണയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ കയർ പ്രോജക്ട് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജീവനെടുക്കുന്ന രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ ധർണയുടെ ഉദ്ഘാടനം നടത്തി. റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. DYSP B. പങ്കജാക്ഷൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടത്തി. ഈ വർഷത്തെ കരിമാടി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള സുവനീർ പ്രകാശനം ജില്ലാ കളക്ടർ ഷാജി V. നായർ നിർവഹിച്ചു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജലോത്സവ കമ്മിറ്റി ഭാരവാഹികളും സംബന്ധിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.